നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷമുള്ള പ്ലെയർ പവർ റാങ്കിങ് ഫിഫ ഒഫീഷ്യലി പുറത്തുവിട്ടിരിക്കുന്നു. അറ്റാക്കിങ്ങിലും മിഡ്ഫീൽഡിൽ, അതായത് ക്രിയേറ്റിവിറ്റിയിലും അതുപോലെ ഡിഫൻസിലും ഗോൾ കീപ്പിങ്ങിലും ആരൊക്കെയാണ് മുമ്പിലെന്ന് നോക്കാം. അത് നമ്മൾ അറ്റാക്കിങ്ങിൽ നോക്കുകയാണ്. അറ്റാക്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ്. അദ്ദേഹത്തിന് റേറ്റിംഗ് പോയിന്റ് കിട്ടിയത് 9.12 ആണ്. ജൂഡ് ബെല്ലിംഗാമാണ് രണ്ടാമത്, 8.29 റേറ്റിംഗ്. മൂന്നാമത് ലയണൽ മെസ്സി 8.06. മെസ്സി മൂന്നാമതേക്കായിരിക്കുന്നു അർത്ഥം. 4 എർലിംഗ് ഹാലൻഡ്, 5 ഒസ്മാൻ ഡെമ്പലെ, 6 ചാൾസ് ഡി കെറ്റ്ലെയർ, 7 വിനി ജൂനിയർ, 8 ജൂലിയൻ കിനോനസ്, 9 യൊഹാൻ മൻസംബി, 10 ഹാരി കെയ്ൻ. ഇതാണ് അറ്റാക്കിങ്ങിലുള്ള പവർ റാങ്കിങ്. ഇനി ക്രിയേറ്റിവിറ്റി, അതായത് പ്ലേ മേക്കിങ്ങും അങ്ങനെയുള്ള എബിലിറ്റിയൊക്കെ നോക്കിയിട്ടുള്ള പവർ റാങ്കിങ്ങിൽ ഒന്നാമത് മൈക്കൽ ഒലീസയാണ്, 8.29 റേറ്റിംഗ്. രണ്ടാമത് അവിടെ ലയണൽ മെസ്സിൻ്റെ 8.26 റേറ്റിംഗ്. 3 കിലിയൻ എംബാപ്പെ, 4 ജെർമി ഡോക്കു, 5 ലമിൻ യമാൽ, 6 ആൻ്റണി ഗോർഡൻ, 7 മാർക്കസ് റഷ്ഫോർഡ്, 8 അലക്സ് ബെയ്ന, 9 ഡാനി ഓൾമോ, 10 റോബർട്ടോ അൽവരാഡോ. ഇതാണ് ക്രിയേറ്റിവിറ്റിയിലെ റാങ്കിങ്. ഇനി ഡിഫൻഡിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത് റോഡ്രിയാണ്, 8.23 റേറ്റിംഗ്. രണ്ടാമത് പാവ് കുബാർസിയാണ്, 7.6 റേറ്റിംഗ്. മൂന്നാമത് പെഡ്രോ പോറയാണ്, 7.59 റേറ്റിംഗ്. ഇത് മതി എന്തുകൊണ്ട് അവർ ജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവ്. പിന്നാലത്തെ 4ാമത് ഐമറിക് ലാപ്പോർട്ടും വരുന്നുണ്ട്. 5 ലോഗ്ഡി ഫിഗുറോലെസ് ആണ്, 6 ക്രിസ്ത്യൻ റൊമേറോ, 7 പെഡ്രി, 8 ഡേവിൻസൺ സാഞ്ചസ്, 9 ഡയോട്ട് ഉപ്പമെക്കാനോ, 10 ഓർലിൻ ഷൂമനി. അതേസമയം ഗോൾ കീപ്പിങ്ങിൽ ഒന്നാമത് വരുന്ന ഡിയേഗോ കോസ്റ്റയാണ്, 8.44 അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് പോയിൻറ്റ്. എമി മാർട്ടിനസ് ഒരുപാട് മുന്നോട്ട് കയറി 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു, 8.14 റേറ്റിംഗ്. 3 ജോർഡൻ പിക്ഫോർഡ്, 4 യാസിൻ ബോനോ, 5 ഗ്രിഗോ കോബൽ, 6 ഉനായ് സിമോൺ, 7 ഓർലൻഡോ ഗില്ല്, 8 മുസ്തഫ ഷൊബൈർ. ഇതാണ് ഇപ്പം പുറത്തേക്ക് വിട്ടിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ റാങ്കിങ്, പവർ റാങ്കിങ്. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.